നമ്മുടെ ചിന്തയിലേക്ക് നമ്മൾ കടക്കുന്നു. എബ്രാലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ ഹീബ്രൂസ് ചാപ്റ്റർ 6, എബ്രാലേഖനം 6-ാം അധ്യായം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം വാർണിംഗ് എഗൻസ്റ്റ് അപ്പോസ്റ്റസി. ആ ഒരു പ്രത്യേകമായിരിക്കുന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരുന്നത്. പ്രധാനമായിട്ട് 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ താഴോട്ട് 6 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയായിരുന്നു. 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ പ്രധാനപ്പെട്ട് പ്രതിപാദിക്കുന്നതായിരിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന മുന്നറിയിപ്പ്, എബ്രാലേഖനത്തിൻ്റെ 3-ാമത്തെ വാർണിംഗ് ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നത്. അതിൻ്റെ കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി തീർന്നത് പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു, അഥവാ പിന്മാറ്റമല്ല, വിശ്വാസം ത്യജിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നത്. ഇന്ന് രാത്രി അതിൻ്റെ തുടർന്നുള്ള ചിന്തയ്ക്ക് വേണ്ടി അതിൻ്റെ 7-8 വാക്യത്തിലേക്ക് കടന്നു വന്നാൽ ഹീബ്രൂസ് ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 7 and 8. 7-8 വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാൽ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം ആണ് the difference between a true believer and apostates. The difference between a true believer, ഒരു യഥാർത്ഥ വിശ്വാസിയും വിശ്വാസം ത്യജിക്കപ്പെട്ടവനുമായിരിക്കുന്ന വ്യത്യാസം. The difference between a true believer and an apostates. പ്രധാനമായിട്ട് ഒന്നാമത് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ആരാണ്, ഹൂ ഈസ് an apostates, ആരാണ് വിശ്വാസം ത്യജിക്കുന്നവൻ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി അതിൻ്റെ 4-5 വാക്യത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ കടന്നു വന്നാട്ട്. 5-6 വാക്യം, 4-5-6 വാക്യം. ആരാണ് അപ്പോസ്റ്റേറ്റ്സ്, വിശ്വാസം ത്യജിക്കപ്പെട്ടവനാര്? ഞാൻ ഇന്ന് രാത്രി ഈ പ്രത്യേകമായ വിഷയങ്ങൾ ഒന്ന് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാനാണ് കർത്താവ് താല്പര്യപ്പെടുന്നത്. ആരാണ് വിശ്വാസം ത്യജിക്കുന്നത്? അവിടെ പറയുന്നു, ഒന്നാമത്തെ കാര്യം പറയുന്നത് ഒരിക്കൽ പ്രകാശനം ലഭിച്ചു. 2 പറയുന്നു സ്വർഗീയ ദാനം ആസ്വദിച്ചു. 3 പറയുന്നു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. 4 ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൽ വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിച്ചു. അവരാണ് പിന്മാറിപ്പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ആ പറയപ്പെടുന്ന വേർഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്രകാരമുള്ള പല പ്രത്യേകമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുള്ള ഒരു ജനം, അഥവാ ഒരു യഥാർത്ഥ വിശ്വാസികളായിത്തീർന്ന ഒരു ജനമാണ് പിന്മാറിപ്പോകുവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ എബ്രാലേഖന കർത്താവ് 5-ാം അധ്യായപ്രകാരം പറയുന്നു, നിങ്ങൾക്കിപ്പോഴും കട്ടിയായുള്ള ആഹാരം കഴിപ്പാൻ കഴിവായിട്ടില്ല, ഇപ്പോഴും പാലത്രേ നിങ്ങൾ കുടിക്കുന്നത്. അഥവാ ഒരു സ്പിരിച്വൽ വളർച്ചയില്ലാത്തത് കൊണ്ട് സംഭവിക്കുവാൻ പോകുന്ന വലിയ വീഴ്ച, അതാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ആത്മീയ വളർച്ച ജീവിതത്തിലില്ല എങ്കിൽ എന്താണ് സംഭവിക്കുവാനായിട്ട് പോകുന്നത്? അവിടെ പറയപ്പെടുന്നു, ഇപ്രകാരമുള്ള വലിയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവർ. നമ്മൾ ആ വാക്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ ഡീറ്റെയിലായിട്ട് നമ്മൾ ചിന്തിച്ചതാണ്. ഇത്രമാത്രം ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചത്, ദൈവത്തിൻ്റെ കൃപ അവരനുഭവിച്ചവർ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ട് വരുവാൻ പോകുന്ന രാജ്യം അഥവാ സ്വർഗീയ രാജ്യത്തിൻ്റെ ശക്തി ആസ്വദിച്ചവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സകല നന്മകളും അനുഭവിച്ചവർ പിന്മാറിപ്പോയാൽ അവരെക്കുറിച്ച് പറയുന്നു, അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക്, അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ സാധ്യമല്ല, അവരെ വീണ്ടും മടക്കിക്കൊണ്ടുവരുവാൻ സാധ്യമല്ല. ഞാൻ പറയുന്നത് ഇന്ന് രാത്രി വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവരെ പരിപൂർണമായിട്ട് മടക്കിക്കൊണ്ടുവരുവാൻ സാധ്യമല്ല, മടക്കിക്കൊണ്ടുവരുവാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എബ്രാലേഖന കർത്താവ് അതിന് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട്, ഈ ഭൂമി നേച്ചറിലേക്ക്, പ്രകൃതിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു കാരണം കൂടെ താൻ പറയുന്നതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. അവിടെ പറയുന്നു, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട്, ശ്രദ്ധിക്കണം, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് കൃഷിക്കാരന് ഹിതകരമായിരിക്കും സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരഞ്ഞിലും മുളപ്പിച്ചാലോ എന്താ അതിനുള്ളത്? അത് കൊള്ളരുതാത്തതും ശാപത്തിന് ഉതകുന്നതുമാകുന്നു, ചുട്ടുകളകത്രേ അതിൻ്റെ അവസാനം. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പറയപ്പെടുന്ന ഒരു കാര്യം, പലപ്പോഴും പെയ്ത മഴ കുടിച്ചു, മഴ ഒത്തിരി കുടിച്ചു, എന്നിട്ടും എന്ത് ചെയ്തു?
ഭൂമി കൃഷിക്കാരന് രണ്ട് വിധ ഫലങ്ങളാണ് കൊടുക്കുവാനിടയായിട്ട്. ശ്രദ്ധിച്ചോണേ എൻ്റെ ഇനിയുള്ള പോയിന്റ്. രണ്ട് വിധ ഫലങ്ങളാണ് കൃഷിക്കാരന് കൊടുക്കുവാനിടയായിട്ട്. ഒന്ന്, ഫലപ്രദമായിരിക്കുന്ന സസ്യാദികളെ വിളയിച്ചു. രണ്ട്, മുള്ളും പറക്കാരെയും മുളപ്പിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, രണ്ടും ഒരുപോലെ മഴ കുടിച്ചതാണ്, രണ്ടും ഒരുപോലെ അനുഗ്രഹം അനുഭവിച്ചതാണ്, രണ്ടും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. എന്നാൽ അതിൻ്റെ എഫക്റ്റ് വന്നത് വെളിയിലേക്ക് കടന്നു വന്നപ്പോൾ രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന സ്വഭാവങ്ങളാണ് വെളിപ്പെടുവാനിടയായിട്ടുള്ളത്. ഒന്നാമത്തെ കൂട്ടരിൽ കൂടെ സംഭവിച്ചത് ഫലപ്രദമായ സസ്യാദികളെ വിളയിച്ചു. രണ്ടാമത്തെ കൂട്ടർക്ക് സംഭവിച്ചത് മുള്ളും പറക്കാരെയും മുളപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ പെയ്ത മഴയാണ് രണ്ട് രീതിയിലുള്ള ഫലങ്ങൾ കൊണ്ടുവരുവാൻ കാരണമായി തീർന്നത്. മഴയാണ് പെയ്തത്. ഈ മഴ കൊണ്ട് ഒരു കൂട്ടം ആൾക്കാരിൽ കൂടെ സസ്യാദികൾ വിളയിക്കുവാൻ ഇടയായിത്തീർന്നു. വേറൊരു കൂട്ടം ആൾക്കാരിൽ കൂടെ മുള്ളും പറക്കാരെയും മുളച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇതിൻ്റെ പ്രാധാന്യത എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ആ മഴ പെയ്തതിൻ്റെ കുഴപ്പം കൊണ്ടല്ല, പിന്നെയോ പ്രധാനമായിട്ട് സംഭവിച്ചത് ആ നിലത്തിൻ്റെ അവസ്ഥയാണ്. നിലത്ത് എന്തുണ്ട് അതിനനുസരിച്ചുള്ള ഫലമാണ് വെളിപ്പെടുവാനിടയായി. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നിലത്തിൻ്റെ അവസ്ഥ എന്താണോ അതിനനുസരണമായിരിക്കുന്ന ഫലമാണ് കൊടുക്കുവാനിടയായിത്തീർന്നത്. എന്നാൽ എബ്രായ ലേഖന കർത്താവ് വളരെ കർക്കശമായിട്ട്, വളരെ സീരിയസ് ആയിട്ട് താൻ കൊണ്ടുവെക്കുന്ന ഒരു വലിയ ചിന്ത, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഈ മുള്ളും പറക്കാരെയും മുളപ്പിക്കുന്നു എങ്കിൽ അത് ചുട്ടുകളകത്രേ അതിൻ്റെ അവസാനം. എന്ന് പറഞ്ഞാൽ ഒരു വലിയ നാശത്തിന് വേണ്ടിയാണോ അത് ഒരുക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, ഈ നിലം എന്ത് കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചുവോ അത് കൊണ്ടുവരാതെ അതിന് വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത് എങ്കിൽ അതിന് ഒരു എൻഡുണ്ട്. ആ എൻഡെന്ന് പറയുന്നത് ചുട്ടുകളയുകയാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയ ഭാഷയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇവരെ നിത്യ നരകത്തിലേക്ക് കൊണ്ട് കളയുകയാണ് പറ്റുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ വേർഡ് ശ്രദ്ധിച്ചോണേ. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട്, ഞാനും നിങ്ങളും പലപ്പോഴും മഴ പെയ്തത് കുടിച്ചിട്ട് നല്ല ഫലം കൊടുക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ ഞെളിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരു ദിവസം കടന്നു വരുന്നുണ്ട്, ആ ദിവസം നാശത്തിന് വേണ്ടി വെച്ചിരിക്കുക, അഥവാ നാശത്തിന് വേണ്ടി യോഗ്യരായിരിക്കുകയാണ്. ഈ മഴ ആര് കുടിക്കുവാൻ ഇടയായിത്തീർന്നുവോ അവരിൽ കൂടെ എക്സ്പെക്റ്റ് ചെയ്യുന്നതായിരിക്കുന്ന ചില കാര്യങ്ങൾ അവരിൽ കൂടെ വെളിപ്പെടുന്നില്ല എങ്കിൽ അത് അവർക്ക് ദോഷമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു നിലം നല്ല സസ്യാദികളെ വിളയിച്ചു, വേറെ നിലം മുള്ളും പറക്കാരെയും വിളയിച്ചു. അപ്പോൾ രണ്ടും നടന്നു, രണ്ടും സംഭവിച്ചു. പക്ഷെങ്കിൽ അത് നിലത്തിൻ്റെ അനുഭവമാണ്. എന്നിട്ട് ഈ വേർഡിൽ നിന്നുകൊണ്ട് വിശ്വാസത്യാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ പറയുണ്ടായി, എന്താ വിശ്വാസത്യാഗമെന്ന് പറയുന്നത്? വിശ്വാസത്യാഗം എന്ന് പറയുന്നത് വിശ്വാസത്യാഗം എന്ന് പറയുമ്പോൾ സംഭവിക്കേണ്ട കാര്യം, അവിടെ നമ്മൾ ചിന്തിച്ചത് അവർ ദൈവപുത്രനെ വീണ്ടും എന്ത് ചെയ്യുന്നവരാ? ക്രൂശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവര് വിളിച്ചു പറയും, യേശുവിനെ എന്ത് ചെയ്യാൻ പറയും? ക്രൂശിക്കുക എന്ന് പറയും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസത്യാഗം ആരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്? വിശ്വാസത്യാഗം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ കൂടെ വെളിപ്പെടുന്ന ഒരു വേർഡാണ് യേശുവിനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുക. ഒരിക്കൽ ഇവരാരായിരുന്നു? സ്വർഗീയദാനം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവർ, രക്ഷ പ്രാപിച്ചവർ. രണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ. മൂന്ന്, ദൈവശക്തി അനുഭവിച്ചവർ. ഇതെല്ലാം അവരനുഭവിച്ചുവെങ്കിലും ഇപ്പോൾ അവരായിരിക്കും അവസ്ഥയെന്ന് പറയുന്നത് ഈ ദൈവപുത്രനെ ക്രൂശിക്കുവാൻ വേണ്ടി വിളിച്ചു പറയുക. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ പറഞ്ഞ വേർഡ് എന്ത് സംഭവിച്ചു? ഇവരുടെ ഒരിക്കൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിൽ നിന്നോ ഇവർക്ക് പൂർണ്ണമായിരിക്കും ത്യാഗം നടക്കുകയാണ്. വിശ്വാസത്തെ അവർ ത്യജിക്കുവാനായിട്ടിടയായിത്തീരുന്നു. പ്രത്യേകിച്ച് ഈ നാളുകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ പ്രത്യേകമായിരിക്കുന്ന വാക്യത്തിന്, പ്രത്യേകമായ ചിന്തയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. ഫസ്റ്റ് തിമോത്തിയിലേക്ക് കടന്നു വന്നാട്ട് 1 തിമോത്തിയോസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. വേഴ്സ് 1. ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ, അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്, വിശ്വാസം ത്യജിക്കും. ഡിനൈ ദ ഫെയ്ത്ത്. അപ്പോൾ ഇത് എപ്പോൾ സംഭവിക്കുന്ന കാര്യമാണോ? അവസാന കാലത്ത്.
നമുക്കറിയാം നാം ഇന്ന് ജീവിക്കുന്നത് ദി എൻഡ് ടൈം ആയതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. എന്ത് സംഭവിക്കും? ചില വിശ്വാസം ത്യജിക്കും. എന്തിൽ വിശ്വാസം ത്യജിക്കും? അവിടെ പറയപ്പെടുന്നത് വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശത്താൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസി എന്ന് പറയുന്ന ഒരു വ്യക്തി വരെ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശത്താൽ തെറ്റിപ്പോകുവാൻ ഇടവരും എന്നാണ് അവിടെ പറയുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ അല്ലാതെ പൈശാചിയൻ്റെ ആത്മാവിനാൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിന് ഒരു വിശ്വാസി വരെ വീണു പോകുവാൻ ചാൻസ് ഉണ്ട്. ഒരു വിശ്വാസി വരെ അവരുടെ വിശ്വാസം ത്യജിക്കുവാനായിട്ടിടയായിത്തീരും. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഈ പത്തിയമാർക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് അവരുടെ ജഡവുമാർക്കുന്ന ബന്ധത്തിൽ വളരെ വാല്യുബിൾ ആയിരിക്കും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ ദൈവപുത്രനെ ക്രൂശിക്കുന്നവരാകണമെങ്കിൽ ഇവരാരല്ല എന്ന് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കണം. ഒന്നാമത് ഈ അപ്പോസ്റ്റേറ്റ്സ് എന്ന് പറയുന്നവർ അവർ അവിശ്വാസികളല്ല എന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കണം. ദേ ആർ നോട്ട് അൺബിലീവേഴ്സ്. നോട്ട് ചെയ്താട്ട്. ആരാണ് അപ്പോസ്റ്റേറ്റ്സ്? ദേ ആർ നോട്ട് അൺബിലീവേഴ്സ്. അവർ അവിശ്വാസികളല്ല. അവിശ്വാസിയുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, അവിശ്വാസി ദൈവത്തെ മനസ്സിലാക്കാതിരിക്കുന്നവനാണ്, ദൈവത്തെ അറിയാത്തവനാണ്. പക്ഷേ അവനല്ല വിശ്വാസം ത്യജിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഈ വിശ്വാസം ത്യജിക്കുന്നവനെക്കുറിച്ച് പറയപ്പെടുന്ന വേർഡ് അവനെ വീണ്ടും ഒരിക്കൽ കൂടെ മാനസാന്തരത്തിൽ കൊണ്ടുപോകാൻ കഴിവുള്ളതല്ല. എന്ന് പറഞ്ഞാൽ അവരുടെ എൻഡ് എന്ന് പറയുന്നത് അട്ടേർലി ഡിസ്ട്രക്ഷനാണ്. ഇവരെ രക്ഷപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല, രക്ഷിക്കപ്പെടുവാൻ ഇവർക്ക് സാധ്യമല്ല. ഇവർ ടോട്ടലി നശിച്ചു പോകുക മാത്രമേ ഇവർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു അവിശ്വാസിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, അവിശ്വാസി എത്രമാത്രം പാപം ചെയ്താലും ഈ അവിശ്വാസിക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. എങ്ങനെ? വേദപുസ്തകം പറയുന്നു, നാം നമ്മുടെ പാപം അവനോട് ഏറ്റു പറയുമെങ്കിൽ, അഥവാ 1 യോഹന്നാൻ 1:7 വാക്യം പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം, എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും എത്രമാത്രം വലുതായിരുന്നാലും ആ സകല പാപങ്ങളെ ശുദ്ധീകരിപ്പാൻ യേശുവിൻ്റെ രക്തം മതിയായതാ. അവിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തി ഇന്ന് ഇവിടെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ എത്രമാത്രം കൊടും പാപം നീ ചെയ്തിട്ടുണ്ടോ ആ സകല കൊടും പാപത്തെയും പരിപൂർണമായിട്ട് ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം, വെണ്മയുള്ളതാക്കി തീർക്കുവാൻ തക്കവണ്ണം യേശുവിൻ്റെ രക്തത്തിനോ ഇന്നും ശക്തിയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വിശ്വാസം ത്യാഗം നടത്തിയ വ്യക്തിക്ക് വിശ്വാസം ത്യാഗം നടത്തിയ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ സാധ്യമല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ, വിശ്വാസം ത്യജിക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് അവിശ്വാസിയല്ല. പിന്നെ 2, അവിശ്വാസിക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ സാധിക്കും. വിശ്വാസം ത്യജിച്ച വ്യക്തി, രണ്ടാമത്തെ പോയിന്റ്, വിശ്വാസം ത്യജിച്ച വ്യക്തി എന്ന് പറയുന്നത് ഒരു പിന്മാറ്റക്കാരനല്ല. എന്ന് പറഞ്ഞാൽ അവൻ ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറിപ്പോയവനല്ല. എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും പിന്മാറ്റത്തിൻ്റെ അനുഭവം കടന്നു വരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കിയാൽ ചില സന്ദർഭങ്ങളിൽ ദൈവത്തോട് നമ്മൾ വളരെ അടുത്തിരിക്കും, ചില സന്ദർഭത്തിൽ ദൈവത്തിൽ നിന്ന് വളരെ ദൂരത്തേക്ക് പോകും. അന്നത്തെ പ്രാർത്ഥനയുടെ അനുഭവമോ അന്നത്തെ ദൈവവചന പഠനമോ ഒന്നുമില്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നൊരവസ്ഥ കടന്നു വരും. ഈ അകന്നിരിക്കുന്ന അവസ്ഥയെന്ന് പറയുന്നത് വിശ്വാസത്യാഗമല്ല. ശ്രദ്ധിക്കാൻ പറഞ്ഞ വേർഡ്, ഈ അകന്നിരിക്കുന്ന അവസ്ഥയെന്ന് പറയുന്നത് വിശ്വാസത്യാഗമല്ല. പിന്നീട് എന്താ അത്? നിങ്ങൾക്കറിയാം, ദൈവത്തോട് പണ്ടുണ്ടായിരുന്ന ബന്ധം ഇല്ലാതിരിക്കുകയാണ്. ആ ബന്ധം ഇല്ലാതിരിക്കുന്നതിനെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനകർത്താവ് വിളിച്ചു പറയുന്നു. 5-ാം അധ്യായത്തിൽ വിളിച്ചു പറയുന്നത്, നിങ്ങൾക്ക് പാലത്രേ ഇപ്പോഴും കഴിപ്പാൻ വകയായിട്ടുള്ളൂ, നിങ്ങൾ എന്ത് കഴിക്കേണ്ടവരാ? കട്ടിയായുള്ള ആഹാരം കഴിക്കേണ്ടവരാ എന്ന്
എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു സ്പിരിച്വൽ ഗ്രോത്ത് ഇവരുടെ ജീവിതത്തിൽ ഇല്ല. പകരം ഇവരെവിടെ നടക്കുക, അന്നത്തെക്കാളും ഒന്നുകൂടെ പിന്നോട്ട് മാറി നടക്കുക. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഏത് പിന്മാറ്റക്കാരനും തിരിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ സാധിക്കും. ശ്രദ്ധിക്കാൻ പറയുന്ന വേർഡ്, ഏത് പിന്മാറ്റക്കാരന് തിരിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, പത്രോസ് അപ്പോസ്തലൻ കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞുവെങ്കിലും പത്രോസിൻ്റെ പിന്മാറ്റ ജീവിതത്തിൽ നിന്ന് മടങ്ങി വരുവാൻ തക്കവണ്ണം പത്രോസിന് സാധ്യമായിത്തീർന്നു. പിന്മാറ്റക്കാരന് മടങ്ങി വരുവാൻ സാധിക്കും. വേദപുസ്തകം നമ്മൾ പഠിക്കുന്ന ആ സമയത്ത് അനേകരെ നമുക്ക് അപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നുപോയവർ മടങ്ങി വരുവാൻ കാരണമായിത്തീർന്നു. പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നുപോയവർ മടങ്ങി വരണമെങ്കിൽ അവർക്കൊരു കാര്യം ആവശ്യമാണ്. വേദപുസ്തകം പറയുന്നു, നാം നമ്മുടെ പാപം അവനോട് ഏറ്റു പറയുമെങ്കിൽ അവൻ നമ്മോട് നമ്മുടെ പാപം ക്ഷമിച്ച് നമ്മുടെ സകലം നമ്മെ ശുദ്ധീകരിപ്പാൻ അവൻ വിശ്വസ്തനാണ്. ഇവർക്ക് എന്താ വേണ്ടത്? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. പിന്മാറ്റക്കാരൻ ഈ അവസ്ഥയിൽ മുൻപോട്ട് കടന്നു പോകുകയാണെങ്കിൽ അവർക്കുള്ള എൻഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു വരാം. എന്നാൽ പിന്മാറ്റക്കാരന് മടങ്ങി വരുവാൻ സാധിക്കും. ഇന്ന് രാത്രി ആരെങ്കിലും ഒരു പിന്മാറ്റത്തിന് അനുഭവം ഉണ്ടെങ്കിൽ അവർക്ക് ദൈവം ഒരാലോചന കൊടുക്കുകയാണ്. സമയം ഇതുവരെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഇന്നും നിങ്ങൾക്ക് മടങ്ങി വരുവാൻ ചാൻസ് ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? എന്താണ് വേദപുസ്തകം പറയുന്നു? നാം ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുക. ദ ഫസ്റ്റ് തിങ്, കഴിഞ്ഞ നാളുകളുടെ നമ്മുടെ പ്രവർത്തനങ്ങളും ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് അന്ന് ചെയ്തത് ഇന്ന് ചെയ്തിട്ടില്ല എങ്കിൽ അന്ന് ചെയ്തത് ഇന്ന് ചെയ്യാനൊരു തീരുമാനമെടുക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, പണ്ട് ചെയ്തത് ചെയ്യുവാൻ തീരുമാനമെടുക്കുന്നില്ല എങ്കിൽ പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മുൻപോട്ട് വരുവാൻ സാധ്യമല്ല. ഒരു തീരുമാനം വളരെ ആവശ്യമാണ്. ഒരു തീരുമാനം എടുക്കാതെ നമുക്ക് ഒരു ജയജീവൻ നയിപ്പാൻ സാധ്യമല്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഈ അവസ്ഥയിൽ ഉണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. എന്താ എടുക്കേണ്ടത്? ഞാൻ അന്നത്തെ പോലെ ഞാൻ ആയിത്തീരുവാൻ ആഗ്രഹിക്കും. അന്ന് ഞാൻ എന്ത് ചെയ്തുവോ അത് ഞാൻ ചെയ്യുവാനായിട്ട് തുടങ്ങുക. എന്നാൽ ഒരു മാസം, അടുത്ത മാസമല്ല, ഇന്ന് തൊട്ട് ഞാൻ അത് തുടങ്ങുവാൻ പോകുക. ഈ ഒരു തീരുമാനം വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുന്നത്. പിന്നീട് എന്താ ചെയ്യേണ്ടത്? മാനസാന്തരപ്പെട്ടുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആദ്യം നമ്മൾ എന്ത് ചെയ്തുവോ അത് ചെയ്യുവാൻ ശ്രമിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നുപോയ ഒരു വ്യക്തി മടങ്ങി വരിക എന്ന് പറയുന്ന ഒരു അല്പം ബുദ്ധിമുട്ടാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കാണാതെ പോയ സമയത്ത്, കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ കാണാതെ പോയപ്പോൾ, കണ്ട് കിട്ടുവാൻ ആഗ്രഹിച്ചപ്പോൾ, കാണാതെ പോയി എന്ന് മനസ്സിലാക്കിയ സമയത്തെക്കാൾ ഡബിൾ സമയമെടുത്തു യേശുക്രിസ്തുവിനെ കണ്ടുപിടിക്കുവാൻ. ശ്രദ്ധിച്ചോണം ഞാൻ പറഞ്ഞ വേർഡ്, നമ്മുടെ പിന്മാറ്റ ജീവിതത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചും മടങ്ങി വരുവാൻ അന്ന് നമ്മൾ എടുത്ത എഫേർട്ടിൻ്റെ ഡബിൾ എടുക്കാതെ നമുക്ക് മടങ്ങി വരുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലാകുന്നുവെങ്കിൽ അവർ മുൻപോട്ട് കടന്നു വരുവാൻ സാധിക്കാതിരിക്കുന്നത്. കാരണം ഇരട്ടി ശക്തിയോടുകൂടെ മടങ്ങി വന്നെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകുവാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ കടന്നു വന്ന് നമ്മെ കൊണ്ട് പ്രവർത്തിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ രണ്ടാമത്തെ വിഷയം പറയുന്നത്, ഒരു പിന്മാറ്റക്കാരനല്ല വിശ്വാസത്യാഗി. അവൻ എന്ത് ചെയ്തിട്ടില്ല? അവൻ വിശ്വാസം ത്യജിച്ചിട്ടില്ല. ദൈവപുത്രനെ അവൻ ക്രൂശിക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നില്ല? ദൈവപുത്രനുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ അടുക്കുന്നില്ല. ജസ്റ്റ് ഒരു ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് ദൈവത്തെ എതിർക്കുന്നില്ല, എന്നാൽ അനുകൂലിക്കാതെ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് നടക്കുക. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഒരു വിശ്വാസം ത്യജിക്കപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഒരു വാക്യത്തിൽ ഒരു അൺപാർഡബിൾ സിൻ, ഒരിക്കൽ പോലും ക്ഷമ കിട്ടാത്ത പാപം, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പല പാപങ്ങൾക്ക് ക്ഷമ കിട്ടുകയില്ല. അതിൽ ഒരു പ്രധാനപ്പെട്ട പാപം മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു പോകുന്നത്, മാർക്ക് ചാപ്റ്റർ 3 വേഴ്സ് 29. അത് ഒരിക്കലും ക്ഷമ കിട്ടാത്ത ഒരു പാപം. കർത്താവായ യേശുക്രിസ്തു പറയുന്നൊരു വേർഡാണ്, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനെയോ,
എന്താ ഇതിൻ്റെ വിഷയം നിങ്ങൾക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു ഒരു അത്ഭുതം ചെയ്തു. പരീശന്മാർ യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് ദൈവത്താലല്ല ഭൂതങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ ഭൂതങ്ങൾക്ക് വേണ്ടി വെച്ചു കൊടുത്തപ്പോൾ യേശു ക്രിസ്തു ആ പ്രവൃത്തിയെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുകയാണ്, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്ന ആരെയും ദൈവം എന്ത് ചെയ്യത്തില്ല, ഒരു നാളും ക്ഷമിക്കുകയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അല്ല ഇത് പൈശാചിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ തടുത്തൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയായിരുന്നു തർസോസുകാരനായ ശൗല്. ശൗൽ ആരായിരുന്നു? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ തടഞ്ഞൊരു വ്യക്തി. മഹാപുരോഹിതനോട് അധികാരപത്രം വാങ്ങി ദമസ്കോസിലേക്ക് കടന്നു ചെന്ന് വിശ്വാസികളെ പിടിച്ചുകെട്ടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്ന വ്യക്തി. എന്നാൽ എന്ത് സംഭവിച്ചു? ഈവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കാതെ അത് പരിശുദ്ധാത്മാവ് അല്ല എന്ന് ദൂഷണം പറഞ്ഞിട്ടും ഈ തർസോസുകാരനാകുന്ന ശൗലിനെ അഥവാ പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് ദൈവത്തിന് മാനസാന്തരത്തിൽ കൊണ്ടുപോകാൻ സാധ്യമായി. ഞാൻ പറയുന്ന വേർഡെല്ലാം ശ്രദ്ധിച്ചോണം. ഈവൻ ആ പൗലോസിനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണമായി തീർന്നു. ആക്കെതിരായിട്ട് ദൂഷിച്ചു, പരിശുദ്ധാത്മാവിനെതിരായിട്ട് ദോഷണം പറഞ്ഞു. എന്നാൽ എന്തുകൊണ്ട് രക്ഷപ്പെടുത്തിയെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, പണ്ട് ഞാൻ അറിയാത്ത കാലത്ത് ഞാൻ ചെയ്തതാകൊണ്ട് ദൈവം എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനം പരിശുദ്ധാത്മാവിൻ്റെയാണോ ദൈവത്തിൻ്റെതാണോ എന്ന് മനസ്സിലാക്കാതിരുന്ന സ്ഥാനത്ത് താൻ അറിയാതെ തെറ്റായിരിക്കുന്ന ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് താൻ കടന്നുപോയി. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്കെല്ലാവർക്കും കാണുവാൻ സാധിക്കും, ഒരു കാലത്ത് നമുക്ക് പോലും മനസ്സിലാക്കാതിരിക്കുന്ന വിഷയം നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന അളവിൽ നിന്നുകൊണ്ട് നമ്മൾ ജഡ്ജ്മെൻറ്റ് നടത്തിയതായിട്ട് നമുക്ക് അറിയുവാൻ സാധിക്കും. മനസ്സിലാക്കുന്ന ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ബുദ്ധിക്കനുസരണമാണ് നമ്മൾ ജഡ്ജ്മെൻറ്റ് ചെയ്തു. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, അത് ദൈവഹിതത്തിന് എതിരായിരുന്നിട്ടും ഇന്ന് ഞാൻ അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഒരു കാരണമുണ്ട്, ഞാൻ അറിയാതെ ചെയ്തതാകൊണ്ട്. ഞാനത് അറിഞ്ഞില്ല, ഞാൻ മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കാതായിരുന്നത് കൊണ്ട് എന്നോട് അവൻ കരുണ കാണിച്ചു. നിങ്ങൾ മനസ്സിലാക്കണമേ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് അശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് ആരെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നുവെങ്കിൽ, സത്യം മനസ്സിലാക്കിയിട്ട് അതിനെ തിരിച്ചു പറയുന്നുവെങ്കിൽ, വേദപുസ്തകം പറയുന്നു അവൻ ഒരിക്കലും ക്ഷമ കിട്ടുകയില്ല. നിങ്ങൾ മനസ്സിലാക്കിയോണം, അരുതാത്തത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ വെറുതെ ജഡ്ജ് ചെയ്യുവാൻ പോകരുത്. ഞാൻ പണ്ടോ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം. ആരെങ്കിലും ഒരാൾ കഷ്ടപ്പെടുന്നു, എടുത്തു ചാടി പറയരുത് അവൻ ഇന്നത് കൊണ്ടാണ് കഷ്ടപ്പെടുന്നതെന്ന്. കാരണം ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ആ വ്യക്തി കഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് വലിയ വെളിപ്പാടൊന്നും ലഭിച്ചിട്ടില്ല. വെളിപ്പാട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറ. വെളിപ്പാട് ലഭിക്കാത്തവർ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് നിൻ്റെ മേൽ ദോഷമായിട്ട് മടങ്ങി വരും. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്കറിയത്തില്ല ദൈവത്തിൻ്റെ കരം എന്താണെന്ന്. നിങ്ങൾക്കറിയാം, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടത കടന്നു വന്നപ്പോൾ ഇയ്യോബിൻ്റെ 3 സ്നേഹിതന്മാരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇയ്യോബിനോട് പറഞ്ഞു, നീതിമാനായി നശിച്ചു പോയവൻ ആര്? ഇതിനൊക്കെ കാരണം നിൻ്റെ കുറ്റം തന്നെ, നിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അവസാനം സംഭവിച്ചത് നിങ്ങൾക്കറിയാം. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരെ വിളിച്ചുകൊണ്ട് ദൈവം ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊരനുഗ്രഹം വേണമെങ്കിൽ, നിങ്ങൾ മടങ്ങി എൻ്റെ അടുക്കിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ പോയി ഇയ്യോബിനോട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുക. എന്തിനാ ദൈവം പറഞ്ഞു വിട്ടെന്നറിയാമോ? ഇവർ തന്നെ മനസ്സിലാക്കണം, ഇവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇയ്യോബിനെ ഇവർ ജഡ്ജ് ചെയ്തെന്നുള്ളത്. ഞാൻ ഓർപ്പിക്കട്ടെ, കഴിയുന്നിടത്തോളം മറ്റൊരു വ്യക്തി കഷ്ടപ്പെടുമ്പോൾ ജഡ്ജ് ചെയ്യാൻ പോകാതിരുന്നാൽ അത് നമുക്ക് വലിയ അനുഗ്രഹമാണ്. കാരണം നീ വിധിക്കുന്ന വിധിയാൽ നിനക്ക് നീ വിധിക്കും, നീ അളക്കുന്ന അളവിനാൽ നിനക്ക് മളന്ന് കിട്ടും. ഞാനിപ്പം പറയുക ഇന്നാൾ കഷ്ടപ്പെടുന്നത് ഇന്ന കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞാൽ നാളെ അതേ തെറ്റെൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ എൻ്റെ വാ കൊണ്ട് ഞാൻ ജഡ്ജ്മെൻറ്റ് പ്രൊക്ലെയിം ചെയ്യുക, ഞാനും അതിന് ഒരുക്കമാണെന്നുള്ളത്. അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ പറഞ്ഞു വരട്ടെ പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താ ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത്? ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് അറിയാത്ത ജഡ്ജ് ചെയ്യരുത്. ഇവിടെ പരിശുദ്ധാത്മാവിന് എതിരായിട്ടൊരു ദൂഷണം പറയുന്നുവെങ്കിൽ എന്താ അതിൻ്റെ എൻഡെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ വിശുദ്ധവചനം പറയുന്നു, ഒരു നാളും ക്ഷമ കിട്ടുകയില്ല, ഒരു നാളും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞാൽ അവൻ നശിച്ചു പോകും. വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ വിശ്വാസത്യാഗത്തിൻ്റെ അന്തം എന്താണ്? അത് തന്നെയാണ് പരിശുദ്ധാത്മാവിന് എതിരായിട്ട് ദൂഷണം പറയുന്നതിൻ്റെ അന്തം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടും ഒന്നല്ല.
രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത്, രണ്ടും തമ്മിൽ വ്യത്യാസം. ഒന്ന്, ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ പൈശാചിൻ്റെ പ്രവൃത്തിയായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. മറ്റതെന്ന് പറഞ്ഞാൽ അതല്ല വിഷയം. മറ്റൊന്ന് പറയുന്നത് വിശ്വാസം ത്യജിക്കുക, അവർ വിശ്വാസത്യാഗം നടത്തുക. അപ്പോൾ ഇത് രണ്ടും രണ്ട് വിഷയങ്ങളാണെങ്കിലും രണ്ടിൻ്റെയും എൻഡ് പറയുന്നത്, അവസാനമെന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ മൂന്നാമത് നമ്മൾ കാണുവാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത്, ദൈവത്തെ ദുഷിക്കുന്നതായിരിക്കുന്ന പാപം, പരിശുദ്ധാത്മാവിനെതിരായുള്ള പാപം, അത് അവരെ നശിപ്പിക്കുന്നതാകുന്നുവെങ്കിൽ എന്നാൽ അതല്ല വിശ്വാസത്യാഗം. പിന്നീട് എന്താണ് വിശ്വാസത്യാഗം? വായിച്ചാട്ട് 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം, 1 John chapter 5 verse 16. 1 യോഹന്നാൻ 5-ാം അധ്യായം 16-ാമത്തെ വാക്യം. പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം. അതിൻ്റെ മുകളിൽ യെസ് ബദർ താഴോട്ട് വായിച്ചോ ബദർ. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ആരെങ്കിലും ചെയ്യുന്ന കണ്ടാൽ അവനോട് ക്ഷമിക്കാം. യെസ്, അവന് വേണ്ടി അപേക്ഷിക്കാം. ആ ആ ആ അവിടെ ശ്രദ്ധിക്കുക. അവിടെ പറയുന്നു രണ്ട് വിധ പാപങ്ങളെ നമ്മൾ കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, മരണത്തിനുള്ള പാപം. സിൻ ലീഡിങ് ടു ഡെത്ത്. രണ്ട്, മരണത്തിനല്ലാത്ത പാപം. വേദപുസ്തകത്തിൽ പാപങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാമെങ്കിൽ, ഒന്ന് മരണത്തിനുള്ള പാപം, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഇതേ കാഴ്ചപ്പാട് നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ട്, മരണത്തിനല്ലാത്ത പാപം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം കർത്താവ് അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്രകാരം പറയുന്നു, മരണത്തിനുള്ള പാപം ചെയ്ത സഹോദരന് വേണ്ടി അപേക്ഷിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. മരണത്തിന് വേണ്ടി യോഗ്യനായിരിക്കുന്ന പാപം ചെയ്ത സഹോദരനോട് അപേക്ഷിക്കുന്നതോട് യാതൊരു ഗുണവുമില്ല. എന്നാൽ അല്ലാത്ത പാപം ചെയ്തതിനു വേണ്ടി അപേക്ഷിച്ചാൽ ദൈവം അവന് ജീവനെ കൊടുക്കും എന്ന് പറഞ്ഞാൽ, മധ്യസ്ഥത നമ്മൾ വഹിക്കുന്ന സമയത്ത് ചില വ്യക്തികളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുവാൻ സാധിക്കും, ചില വ്യക്തികളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരികയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അവിശ്വാസിയായിരിക്കുന്ന ലോകമനുഷ്യനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത് ദൈവശക്തി അനുഭവിച്ചതായിരിക്കുന്ന, ദൈവരാജ്യത്തിൻ്റെ ശക്തി അനുഭവിച്ചതായിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ദൈവ പൈതൽ പിന്മാറിപ്പോയാൽ എന്താ ഇവിടുത്തെ വിഷയം? ഇവരെക്കുറിച്ച് പറയുന്നു, മരണത്തിനല്ലാത്ത പാപമുണ്ട്, മരണത്തിലുള്ള പാപമുണ്ട്. ഏതാണ് മരണത്തിലുള്ള പാപം? നമ്മൾ അല്പം മുമ്പേ ഒരു പാപത്തെ നമ്മൾ കാണുകയുണ്ടായി. പരിശുദ്ധാത്മാവിനെതിരായിട്ട് ദൂഷണം പറയുന്നവന് അത് ഏതിനുള്ള പാപമായിരിക്കുക? മരണത്തിനുള്ള പാപമായിരിക്കുക. അതിനോട് നമ്മൾ വീണ്ടും ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല, രക്ഷപ്പെടുത്തണമെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? അത് സാധ്യമല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ പാപമാണ്, മരണത്തിലുള്ള പാപമാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്ന വിശ്വാസത്യാഗം എന്ന് പറയുന്നത്. ദ ഡിനയൽ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്യാഗം. വിശ്വാസത്യാഗം ആരുടെയെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ എൻഡെന്ന് പറയുന്നത് അവരെ മരണത്തിലേക്ക് നടത്തുക. രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ല, രക്ഷപ്പെടുവാൻ ഒരു സാഹചര്യവുമില്ല, രക്ഷിക്കുവാൻ ആർക്കും സാധ്യമല്ല. അത് ഏതുവിധ പാപങ്ങൾ നിങ്ങൾക്കറിയാം. ഒരു കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുണ്ടായി, പത്രോസിനോട് പറയുണ്ടായി. കർത്താവ് പത്രോസിൻ്റെ കാല് കഴുകുവാൻ തുടങ്ങിയപ്പോൾ പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുകയില്ല. യേശു പത്രോസിനോട് തിരിച്ചു പറഞ്ഞു, പത്രോസേ, ഞാൻ നിൻ്റെ കാൽ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കിലുണ്ടാകത്തില്ല. പത്രോസ് യേശുവിനോട് ഇപ്രകാരം പറഞ്ഞു, ഗുരു, അങ്ങനെയെങ്കിൽ നീ എൻ്റെ കാൽ മാത്രമല്ല എൻ്റെ തല മുഴുവൻ കഴുകണം. യേശു എന്തോ പറഞ്ഞു, കുഞ്ഞെ, കുളിച്ചിരിക്കുന്നവന് കാല് കഴുകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത് ഒരു വലിയ ആത്മീയ മർമ്മമാണ്. എന്ന് പറഞ്ഞാൽ കുളിച്ചിരിക്കുന്നുവെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട വ്യക്തി
വ്യക്തിക്ക് എന്തു വേണം? അവൻ കാലുകൾ കഴുകണം. എന്താ ഈ കാലുകൾ കഴുകുക എന്ന് പറയുന്നത്? യഹൂദന്മാരുടെ പാരമ്പര്യം വെച്ചുകൊണ്ട് വെളിയിലേക്ക് കടന്നുപോയി വീട്ടിന് പുറത്തേക്ക് കടന്നുപോയ ഒരു വ്യക്തി അവൻ മടങ്ങി വരുന്ന സമയത്ത് വീട്ടിനകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഒരു ശകലം വെള്ളം കൊടുത്ത് കാലൊന്ന് കഴുകും. കാരണം പുറത്തെ ചെളി വീട്ടിനകത്ത് കിടക്കരുത്. ഇതിനു വേണ്ടിയാണ് ഇതുപോലെ തന്നെ പുറത്ത് കടന്നു പോകുമ്പോൾ ആരുടെ ജീവിതത്തിലും ചെളി കടന്നു വരും. ചെളിയില്ലാതെ കടന്നു വരുന്നു എന്ന് പറയുന്നത് വെറുതെയാ കത്തത്. കാരണം വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. ഞാൻ ഒരിക്കൽ കൂടെ വേർഡ് പറയാം, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഈ ഭൂമിയിലില്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരും പാപികളാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ പാപം വരും. എന്നാൽ ഈ പാപം എന്ന് പറയുന്നത് തല കഴുകേണ്ട ഒരു പാപമല്ല. ഈ പാപം എന്ന് പറയുന്നത് കാല് കഴുകേണ്ട ഒരു പാപമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? ഈ പാപം എന്ന് പറയുന്നത് തല കഴുകേണ്ട ഒരു പാപമല്ല. തല കഴുകണമെങ്കിൽ അവൻ മുഴുവൻ അശുദ്ധനായിരിക്കണം. എന്നാൽ ഇവിടുത്തെ വിഷയം അതല്ല. ഇവർ മരുഭൂപ്രയാണത്തിലേക്ക് ഇവർ കടന്നു പോകുമ്പോൾ അവരുടെ അനുകാല ജീവിതത്തിൽ കടന്നു വരുന്ന പാപ സ്വഭാവങ്ങൾ, നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കടന്നു വരുന്ന പാപങ്ങൾ, അതിന് ഒരു കഴുകൽ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആ കഴുകൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഇതാണ് കർത്താവായ യേശു പത്രോസിനോട് പറഞ്ഞത്, കുഞ്ഞേ, നിനക്ക് ഇപ്പോൾ കാല് മാത്രം കഴുകിയാൽ മതി. എന്നാൽ കുളിക്കേണ്ടവർ കുളിക്കേണ്ടത് ആവശ്യമാണ്. കുളിച്ചിരിക്കുന്നവർ കാല് കഴുകേണ്ടതും ആവശ്യമാണ്. സമാഗമന കൂടാരത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ കാണുവാൻ സാധിക്കും, സമാഗമന കൂടാരത്തിൻ്റെ ഒരു വാതിലുണ്ട്. ആ വാതിലിന് തൊട്ട് അകത്തായിട്ടാണ് ഒരു നമ്മൾ കാണുന്ന തിരുനിവാസം എന്ന് പറയുന്ന സ്ഥലം. അതിൻ്റെ മുകളിൽ, അതിൻ്റെ ആ വാതിൽ അകത്തോട്ട് ഫസ്റ്റ് കടന്നു ചെല്ലുമ്പോൾ ഒരു യാഗപീഠമാണ് വെച്ചിരിക്കുന്നത്. ഈ യാഗപീഠത്തിൽ നിന്ന് അല്പം മുൻപോട്ട് കടന്നു വരുമ്പോൾ അവിടെ ഒരു താമ്രത്തൊട്ടി വെച്ചിട്ടുണ്ട്. ഈ താമ്രത്തൊട്ടിയുടെ കാര്യം എന്ന് പറയുന്നത്, ഈ താമ്രത്തൊട്ടിയുടെ അടുക്കിലേക്ക് ഒരു സാധാരണപ്പെട്ട ഇസ്രായേലിന് കടന്നു വരുവാൻ സാധ്യമല്ല. വരുവാൻ സാധിക്കുന്നത് പുരോഹിതന് മാത്രമാണ്. എന്തുകൊണ്ടാണ് കടന്നു വരുന്നത്? യാഗവസ്തുവുമായിട്ടാണ് കടന്നത്. എങ്ങോട്ട് പോകാനാ? തിരുനിവാസത്തിലേക്ക് കടന്നു പോകാനാണ്. പക്ഷെങ്കിൽ ഈ വ്യക്തി ഈ താമ്രത്തൊട്ടിയുടെ അടുക്കൽ കടന്നു വന്നിട്ട് അവിടെ നിന്ന് അതിനകത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് തൻ്റെ കാലുകൾ കഴിയെങ്കിൽ മാത്രമേ സമാഗമന കൂടാരത്തിലേക്ക് കടക്കുവാൻ സാധ്യമുള്ളൂ. സമാഗമന കൂടാരത്തിൽ കടന്ന് പോയി തിരിച്ച് തൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് ഈ താമ്പത്തൊട്ടിയുടെ അടുക്കൽ വന്നിട്ട് അവിടെ വെച്ചും തൻ്റെ കാല് കഴിയെങ്കിൽ മാത്രമേ പുറത്തോട്ട് ചെല്ലുവാൻ സാധ്യമുള്ളൂ. ഇവിടെ കുളിക്കുകയല്ല ആവശ്യം, ഇവിടെ ഒരു കഴുകൽ ആവശ്യം. മനസ്സിലാകുന്നോ ഞാൻ നിങ്ങളോട് പറഞ്ഞേ? അപ്പോൾ ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു കാല് കഴുകലുണ്ട്. അത് നാം ചെയ്യേണ്ടത് ആവശ്യമാണ്. അതെന്ത് വേണം? അത് കൂടെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ പറയപ്പെടുന്ന വിഷയം അതല്ല. ഇവിടെ പറയപ്പെടുന്ന മരണത്തിനുള്ള പാപം. എന്താ പാപം എന്ന് പറയുന്നത്? ഇവിടെ പറയപ്പെടുന്നു, അവൻ ദൈവപുത്രനെ ക്രൂശിക്കുകയാണോ, ദൈവപുത്രനെ ത്യജിക്കുകയാണോ, യേശുവിനെ നോക്കിക്കൊണ്ട് ക്രൂശിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അവർ കടന്നു വരികയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, വിശ്വാസത്യാഗം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിന് 7 പടികളെ കാണുവാൻ സാധിക്കും. 7 സ്റ്റെപ്സ്, 7 പടികളാണ് വിശ്വാസത്യാഗത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കും. വായിച്ചോട്ട് റോമലേഖനം 1-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യം. റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 21 to 23. റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 21 to 23. നിങ്ങൾ മനസ്സിലാക്കുന്ന വേർഡ് കൊണ്ട് അവസാനിപ്പിക്കാരമാണ്, അക്ഷയനായിരിക്കുന്ന ദൈവത്തിൻ്റെ തേജസ്സിനെ അവരെന്താക്കി? ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ അദൃശ്യനായിരിക്കുന്ന ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം അവർ ഐഡലിനെ വർഷിപ്പ് ചെയ്തു. എന്താ കാരണം? എന്തുകൊണ്ടാണ് അവരങ്ങനെ സംഭവിച്ചത്? ഇവരാരായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഐഡൽ വർഷിപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ പറയും ഇവരാര്? ജെൻറ്റൈൽസ്, ജാതികളാണ്. നമുക്ക് പറയുവാൻ സാധിക്കും, ഒരുപക്ഷെ ഇവർക്ക് ദൈവത്തെക്കുറിച്ച് അറിവൊന്നുമില്ല. ഇവരുടെ പൂർവ്വപിതാക്കന്മാർ തൊട്ട് തന്നെ വിഗ്രഹാരാധികളാണ്. അതുകൊണ്ട് അവർ വിഗ്രഹാരാധികളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, വല്യപ്പച്ചൻ വിഗ്രഹാരാധി ആയതുകൊണ്ടോ അപ്പൻ വിഗ്രഹാരാധി ആയതുകൊണ്ടോ മോൻ വിഗ്രഹാരാധി ആകേണ്ടതില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സുജാതം ഇവിടെ ഇരിക്കത്തില്ല.
ഞാൻ പറഞ്ഞു വരുന്ന വിഷയമെന്ന് പറയുന്നത്, വിഗ്രഹാരാധനയിലേക്ക് കടന്നു പോകുവാനുള്ള പ്രധാനപ്പെട്ട കാരണമുണ്ട്. there are certain steps. വിഗ്രഹാരാധന കടന്നു വരുവാനുള്ള ഒന്നാമത്തെ കാരണം ഇവിടെ പറയപ്പെടുന്ന വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ പറയുന്നത് അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. അപ്പോൾ ഇത് കൂട്ടരാര്? ദൈവത്തെ അറിഞ്ഞ കൂട്ടർ. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തെ അറിഞ്ഞ കൂട്ടർക്കും വിഗ്രഹാരാധികളാകുവാൻ സാധിക്കും. ദൈവത്തെ അറിഞ്ഞവർ വിഗ്രഹാരാധികളാകുവാൻ സാധിക്കും. എന്തുകൊണ്ട് അവർ ആരാധികളാകുന്നു? അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവർ ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ല. ഒന്നാമത്തെ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ദേ നോ ഗാഡ്. അവർ ദൈവത്തെ അറിഞ്ഞവരാണ്. പക്ഷെങ്കിൽ എന്തില്ല? രണ്ടാമത്തെ സ്റ്റെപ്പ്, ദേ did not glorify God. ദൈവത്തെ അവർ മഹത്വപ്പെടുത്തിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, സ്റ്റെപ്പിലേക്ക് താഴോട്ട് കടന്നു പോകുകയാണ്. വീഴ്ചകൾ ജീവിതത്തിൽ കടന്നു വരിക. എന്താ വീഴ്ചകൾ കടന്നു വന്ന കാരണം? ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിനെ മഹത്വപ്പെടുത്തിയില്ല. ദൈവത്തിന് രണ്ട് സ്തോത്രം പറയുമ്പോൾ മിണ്ടാതിരുന്നാൽ അവസാനം വരുമ്പോൾ നല്ലൊരു തികഞ്ഞ വിഗ്രഹാരാധിയായിട്ട് മാറ്റപ്പെടുവാൻ സാധിക്കും. മറ്റുള്ളവർ കൈയടിക്കുമ്പോൾ ഞാൻ കൈയടിക്കാതെ നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നല്ലൊരു തികഞ്ഞ ഒരു വിഗ്രഹാരാധിയായി തീരാൻ സാധിക്കും. എന്താ കാരണം? എന്താണെന്നറിയാമോ? ഇവിടെ വേട് പറയുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവമെന്നോർത്ത് അവനെ മഹത്വീകരിച്ചില്ല. എന്ന് പറഞ്ഞാൽ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. മനസ്സിലാക്കണം, ഭൂമി മുഴുവൻ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയെ കണ്ട് ദൈവത്തിന് നന്ദി കരേറ്റുവാൻ ഞാൻ കടംപെട്ടവനാണ്. സൃഷ്ടിയല്ല ആരാധിക്കേണ്ടത്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ദൈവമുണ്ടെന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റണം. ഇത് നന്ദി കരേറ്റിയില്ല, ദൈവത്തെ മഹത്വീകരിച്ചില്ല. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. ദൈവത്തെ മഹത്വീകരിക്കുകയോ, രണ്ടാമത് നന്ദി കാണിക്കില്ല. അപ്പോൾ ദൈവത്തെ മഹത്വീകരിച്ചില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്നാണെന്നറിയാമോ? നന്ദി കാണിക്കത്തില്ല. ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നാലും, ദൈവം എന്തെല്ലാം നന്മ ചെയ്താലും ദൈവത്തിന് അനുഗ്രഹം കൊടുക്കുകയില്ല. ദൈവത്തോട് നന്ദി കാണിക്കത്തില്ല. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു നന്ദിയില്ലാത്ത ഹൃദയമെന്ന് പറയുന്നത് വിഗ്രഹാരാധനയിലേക്ക് നടത്തുന്നതാണ്. കഴിഞ്ഞ നാളുകൾ ദൈവം നമ്മളെ നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ എവിടേക്കോ കുറവുകൾ വന്നു പോയി. ഓർക്കണമേ, ദൈവത്തോടുള്ള നന്ദി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ ഓർത്ത് അവന് നന്ദി കരേറ്റണം. അവന് നന്ദി കരേറ്റുവാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പെങ്കിലും കൈ ഉയർത്തി 4 ഹല്ലേലൂയയോ സ്തോത്രം പറയാതെ കിടക്കരുത്. ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് ദൈവത്തോട് കാണിക്കുന്ന നന്ദിയാണ്. എന്താ ചെയ്യുന്നറിയാമോ? ദൈവമേ, നീ എന്നെ ഇപ്രകാരം നടത്തി, നീ എന്നെ ഇപ്രകാരം പരിപാലിച്ചു. എത്രമാത്രം സ്തുതിച്ചാലും മതി വരികയില്ല. മറ്റുള്ളവർ നഷ്ടപ്പെട്ട സ്ഥാനത്ത് എന്നെയും നിങ്ങളെ പോറ്റി പുലർത്തി. ഞാൻ നിങ്ങൾ വണ്ടി ഓടിച്ച പോലെ അനേകർ വണ്ടി ഓടിച്ചവർ ഇന്ന് ആശി ഹോസ്പിറ്റൽ, മറ്റു പല ഹോസ്പിറ്റലിൽ കയ്യും കാലും ഒടിഞ്ഞവരായി കിടക്കുമ്പോൾ ഞാനും നിങ്ങളും ഇന്ന് ആരോഗ്യത്തോടെ കടന്നു വന്ന് സൗഖ്യത്തോടെ വീട്ടിൽ കടന്നു ചെന്ന് ദൈവത്തിന് കാലിൽ നേരെ നിന്ന് ദൈവത്തിന് നിൽക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഇത് ദൈവത്തിന് ഞാൻ നന്ദി കരയേറ്റേണ്ടവനാ. ദൈവം ചെയ്തിരിക്കുന്ന നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുവാൻ നമുക്ക് ഒരു മനസ്സുണ്ടാകണം. 2, എന്ത് സംഭവിച്ചു? ദൈവത്തിന് നന്ദി കരേറ്റിയില്ല. 4, എന്ത് സംഭവിച്ചു? അതിൻ്റെ താഴത്തെ വാക്യം, തങ്ങളുടെ നിരൂപണങ്ങൾ ഈവിൾ ഇമാജിനേഷൻ. നന്ദി കാണിക്കാത്തതുകൊണ്ട് 5-ാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു വരിക. 4-ാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു വരിക, ഈവിൾ ഇമാജിനേഷൻ. ദുഷ്ടമാർഗത ചിന്ത. പറഞ്ഞു വരാം. വിശ്വാസം ത്യജിക്കുന്ന അവസ്ഥകളെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എങ്ങനെ വിശ്വാസം ത്യജിക്കുന്നു? ഈ ലാസ്റ്റ് വരുമ്പോഴാണ് മരണത്തിനുള്ള പാപമാകുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവരുടെ ഹൃദയം ഇരുണ്ടുപോയി, അവരുടെ ഇമാജിനേഷൻ ദുഷ്ടതയായിപ്പോയി. നിങ്ങൾ മനസ്സിലാക്കണേ, നമ്മുടെ ഹൃദയം ശുദ്ധമുള്ളതായിരിക്കണമെങ്കിൽ 2 കാര്യം ആവശ്യമാണ്. ദൈവത്തെ മഹത്വീകരിക്കുകയും ദൈവത്തിന് നന്ദി കാണിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയമുണ്ടാകണം. മനസ്സിലായോ ഞാൻ പറഞ്ഞു വന്നത്? ദൈവത്തിന് നന്ദി കരയേറ്റുന്നതും ദൈവത്തെ മഹത്വപ്പെടുന്ന ഹൃദയം എൻ്റെ ഉള്ളിലുണ്ടില്ല എങ്കിൽ അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് ദുഷ്ട വിചാരത്തിലേക്ക് എൻ്റെ ഹൃദയം പോകുക.
ദുഷ്ടവിചാരത്തിൽ, ഈവിൾ ഇമാജിനേഷൻ. അത് നെക്സ്റ്റ് എന്ത് സംഭവിച്ചു? താഴെ ഇരുണ്ടുപോയി. ദ ഹാർട്ട് ബിക്കം ഡാർക്കൻഡ്. അവരുടെ ഹൃദയം ഇരുണ്ടുപോയി എന്ന് പറഞ്ഞാൽ യഥാർത്ഥമാർക്ക് സത്യവെളിച്ചം കാണുന്നില്ല. നിങ്ങൾക്കറിയാം, ഈ വേർഡ്, ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് എന്ത് ചെയ്തു? ഇതാണ് അവിടെ സംഭവിച്ചത്. പിശാചിനാൽ പിടിക്കപ്പെട്ടവരായി, പിശാചിനാൽ കെട്ടപ്പെട്ടവരായി, സത്യം എന്തെന്ന് അറിയാത്തവരായി. അതുകൊണ്ട് എന്തു ചെയ്യും? ഈ ലോകത്തിലൊരു സാധാരണപ്പെട്ട മനുഷ്യനെ പോലെ ജീവിക്കുന്ന ഏത് വ്യക്തിയെയും പോയിട്ട് ദൈവമേ എന്ന് പറഞ്ഞ് ആരാധിക്കും. മനസ്സിലായില്ല? കാരണം എന്നാ? അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. പിന്നീട് ആരാ ദൈവമെന്ന് അറിയത്തില്ല. പശുവാണെന്നോ ദൈവം, പാമ്പാണെന്നോ ദൈവം, ഇതൊന്നും അറിയത്തില്ല. പക്ഷേ എന്താ അതിൻ്റെ കാരണം എന്നാ? അവരുടെ ഹൃദയത്തിൽ വെളിച്ചമില്ല, ഹൃദയം ഇരുണ്ടുപോയി. നോക്കിക്കോണേ, സ്റ്റെപ്പുകൾ താഴോട്ട് വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് സംഭവിച്ചു? താഴെ മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ദേ മെയ്ഡ് ഐഡിൽസ്. ഇവിടെയാണ് വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കിയത്. അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുവാൻ തുടങ്ങി. അവസാന സ്റ്റെപ്പ് എവിടെ സംഭവിച്ചു? അവർ അതിനെ ആരാധിക്കാൻ, ദേ വർഷിപ്ഡ് ഐഡിൽസ്. എവിടെ സംഭവിച്ചെന്നറിയാമോ? ദൈവത്തെ അറിഞ്ഞ കൂട്ട് ദൈവത്തിന് മഹത്വീകരിക്കാഞ്ഞത്, ദൈവത്തിന് നന്ദി കാണിക്കാഞ്ഞത്, അതാണ് ഈ താഴെ വരെ പോയത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, മരണത്തിൽ എന്താ ഇവിടെ സംഭവിച്ചു? വിശ്വാസം ത്യാഗം സംഭവിക്കുക, വിശ്വാസം ത്യജിക്കുക. അപ്പോൾ എന്താ ഇവരുടെ ജീവിതം സംഭവിക്കേണ്ടത്? ദൈവത്തെ അറിഞ്ഞ കൂട്ടരുടെ ആ 7 സ്റ്റെപ്പ്, 7ാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നു വരുമ്പോൾ അവർ ഒരുമിച്ച് പറയും, ഈ യേശുവല്ല ദൈവം, യേശുവിനെ ക്രൂശിക്കുക. ഒരിക്കൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച്, ദൈവത്തിൻ്റെ നന്മ പ്രാപിച്ച്, ദൈവത്തിൻ്റെതായിരിക്കുന്ന സകലവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളോടുകൂടെ നിന്നതായിരിക്കുന്ന ജനം ഇപ്പോൾ വാവിട്ട് വിളിച്ചു പറയുക, അവനെ ക്രൂശിക്കുക എന്ന്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, മറന്നു കളയരുത്. എന്ത് സംഭവിക്കുന്നു? ദൈവത്തിൻ്റെ വിശുദ്ധവചനം പറയുന്നു, ഇവിടെയാണ് അവർ വിശ്വാസത്യാഗികളായിത്തീർന്നത്. എന്നിട്ട് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു, ഇവക്കുള്ള എൻഡെന്ന് പറയുന്നത് മരണം മാത്രമാണ്. എന്തുകൊണ്ട്? ഇവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളതല്ല. നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് ഇവർ മാനസാന്തരപ്പെടത്തില്ല? അതിൻ്റെ കാരണം ഞാൻ പറയുകയുണ്ടായി. പാപത്തിൻ്റെ ചതിയാൽ ഇവർ കഠിനപ്പെട്ടു പോയി. അതാണ് വിഷയം. ദ ഡിസീവിംഗ് ഓഫ് സിൻ, പാപത്തിൻ്റെ ചതി, അതാണ് ഇവരെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇവർ താഴെ കടന്നുപോയി. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഇപ്രകാരമുള്ളവരെ കുറിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധവചനം പറയുന്നു, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി, കൃഷിക്കാരൻ, ഹിതരന്മാർക്ക് സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ വളരെ അനുഗ്രഹമുണ്ടാകുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കും. എന്ന് പറഞ്ഞാൽ എന്താ ഇവരുടെ ജീവിതത്തിൽ? ആദ്യം പറയുണ്ടായി, നിങ്ങൾക്കിപ്പോഴും കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ തരുവാൻ കഴിവായിട്ടുള്ളൂ. ഇപ്പോഴും നിങ്ങൾ കട്ടിയായുള്ള ആഹാരം കഴിപ്പാൻ കഴിവായിട്ടില്ല. ഇത് പറഞ്ഞിട്ട് എബ്രായലേഖന കർത്താവ് മുൻപോട്ട് കൊണ്ടുപോയി ഇവിടെ അവസാനിപ്പിക്കുന്ന ഭാഗപ്രകാരം പറയുന്നു, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട്. എന്താ ഇവിടുത്തെ വിഷയം? മഴ കുടിച്ചതാ. ആര്? നിലം കുടിച്ചു. പക്ഷെങ്കിൽ എന്ത് സംഭവിച്ചില്ല? ഫലവത്തായിരിക്കുന്ന സസ്യാദികളെ വിളയിച്ചില്ല. ഇതാണ് വിഷയം. ഇവിടെയാണ് പ്രശ്നം കടന്നു വന്നത്, ഇവിടെയാണ് പ്രയാസം കടന്നു വന്നത്. എന്താ ഇവിടുത്തെ പ്രയാസം കടന്നു വരുവാൻ കാരണം? സസ്യാദികൾ പ്രോപ്പറായിട്ട് വിളയിക്കുവാൻ സാധിച്ചില്ല. എന്തവർ കുടിച്ചു? മഴയവർ കുടിച്ചു. എന്നാൽ എന്തിലേക്ക് കടന്നു വന്നില്ല? സസ്യാദികൾ ഉണ്ടാകുവാൻ സാധ്യമായില്ല. കാരണം എന്താ? നിങ്ങൾ മനസ്സിലാക്കണം, മഴ കുടിച്ചു എന്ന് പറയുമ്പോൾ എന്താ ഇതിനെക്കുറിച്ച് പറയുന്നു? ആരാണോ ഈ മുള്ളും പറക്കാരെ മുളപ്പിക്കുന്നത്? ആരാണോ സസ്യാദികളെ മുളപ്പിക്കുന്നത്? മറ്റാരുമല്ല, നാം ആണ് ആ നിലമായിരിക്കുന്നത്. എന്താണ് മഴയെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം. ഇതാണ് മഴയായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ മഴ ഞാനൊന്ന് കുടിക്കേണ്ടത് ആവശ്യമാണ്, ഞാനത് അബ്സോർവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ മഴ ഞാൻ കുടിക്കാതെ വിട്ടുകഴിഞ്ഞാൽ വേണ്ടതായിരിക്കുന്ന ഫലം എന്നിൽ കൂടെ വെളിപ്പെടുവാൻ സാധ്യമല്ല. ഇവിടെ മഴയൊന്ന് കുടിച്ചെങ്കിൽ മാത്രമേ ഈ നിലം
നല്ല നിലമാകുന്നുവെങ്കിൽ മനോഹരമായിട്ട് സസ്യാദികളെ വിളയിക്കുവാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഭാഗമാണിത്. ഇവിടെ മഴ പെയ്ത മഴ അത് കുടിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മാറ്റം കടന്നു വരേണ്ടത് എവിടെയാണെന്നറിയാമോ? ലഭിച്ചതായിരിക്കുന്ന മഴ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം. ലഭിച്ച മഴ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരമുണ്ടാക്കണം. ലഭിച്ച മഴ നമ്മൾക്കൂടെ നല്ലത് വിളയിക്കുവാൻ ഒരുക്കണം. എന്താ ഇവിടുത്തെ വിഷയം? എന്ന പലപ്പോഴും മഴ പെയ്തു, മഴ കുടിച്ചു, എന്നിട്ടും ഒരു മാറ്റം വരുന്നില്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, കാലാകാലങ്ങൾ സമയാസമയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും ഇന്ന് വരെ ഒരു മാറ്റം വന്നിട്ടില്ല എങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഇതാണ് ദ റൈറ്റ് ഡേ. ഒരു വലിയ നാശം ഇതിന് പിന്നിലുണ്ട്. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഒരു യാതൊരു രീതിയിൽ ഫലം കായ്ക്കാതെ ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം ഇപ്രകാരം പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് യാതൊരു ഗുണവും അവക്കുണ്ടായില്ല, അവക്കൊരു വളർച്ചയില്ല. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നീ ദൈവസന്നിധി വളരുന്നില്ല എങ്കിൽ, ദൈവസന്നിധി നിനക്കൊരു വളർച്ചയില്ല എങ്കിൽ ഒന്ന് മനസ്സിലായിക്കോണം, നിനക്ക് നല്ല ഫലങ്ങൾ കൊടുക്കുവാൻ സാധ്യമല്ല. ഒരല്പം കൂടെ കഴിയുമ്പോൾ മുള്ളും പറക്കാരെയുമായിരിക്കും നിന്നിൽ കൂടെ മുളയ്ക്കുവാൻ കാരണമായിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ദൈവത്തെ മനസ്സിലാക്കിയവര്, ദൈവത്തെ അറിഞ്ഞവര്, ദൈവത്തിന്റെ വചനം പ്രാപിച്ചവര്, ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചവര്, ദൈവത്തിന്റെ വചനം ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കടന്നു വരുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ദിവസങ്ങൾ നമ്മുടെ മുൻപിൽ കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇന്ന് ദൈവം സമയങ്ങളിൽ ദൈവം നമ്മോട് കരുണ കാണിച്ച് ദൈവത്തിന്റെ വചനം നമുക്ക് തന്ന് മാറ്റങ്ങൾ വരുത്തുവാൻ ദൈവം നമ്മുടെ ഉള്ളിൽ പ്രേരണ ചെയ്ത് ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ പ്രവർത്തിച്ച് നമ്മെ ശക്തരാക്കിക്കൊണ്ട് ജീവിതത്തിൽ പരിപൂർണമായി മാറ്റങ്ങൾ വരുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് കൂടി ചേർന്ന് മാറ്റം വരുത്തുവാൻ എനിക്കും നിങ്ങൾക്കും മനസ്സില്ല എങ്കിൽ അത് കൊണ്ടുവരുന്നത് ഇന്ന് മുള്ളും പാക്കാരെയും മുളയ്ക്കുന്നില്ലായിരിക്കാം. നാളെ ഒരു ദിവസം കടന്നു വരുന്നുണ്ട്, ഈ രീതിയിൽ പാല് കുടിച്ചുകൊണ്ടിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നാളത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് മുള്ളും പാക്കാരെയും മുളയ്ക്കുന്നൊരു സമയമായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയോ? ഞാൻ പറഞ്ഞ മനസ്സിലാക്കിയോ? ഇപ്പോൾ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളുമില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുക, നോട്ട് ഗ്രോയിങ്. ദൈവസന്നിധി വളരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ദൈവസന്നിധി വളരുന്നില്ല എങ്കിൽ ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ വളർച്ച ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഉള്ളതൂടെ ത്യജിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരും. എന്ന് പറഞ്ഞാൽ പിന്മാറ്റക്കാരനാണ് വിശ്വാസത്യാഗത്തിലേക്ക് കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, ഒരുവൻ എൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ട് പെട്ടെന്ന് എന്നെ ത്യജിച്ച് പോവാൻ ആർക്കും കഴിയുകയില്ല. കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിച്ച ഒരൊറ്റ വ്യക്തിക്ക് പോലും ഈ അരിമരക്ഷിതാവിനെ നോക്കിക്കൊണ്ട് നീ അല്ല ദൈവം എന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ നോക്കിയാൽ നമുക്ക് പറയാം, ഈ യേശു തന്നെയാണ് എൻ്റെ ദൈവം. എന്നാൽ ഒരു കാര്യമുണ്ട്, ഇതിപ്പോഴത്തെ അനുഭവമാണ്, ഇപ്പം ശിശുവായി ഇരിക്കുമ്പോഴുള്ള എൻ്റെ അനുഭവമാണ്. പക്ഷെങ്കിൽ ഒന്നുണ്ട്, ഈ അനുഭവത്തിൽ തന്നെയാണ് ഇരിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നാളത്തെ ഒരു ദിവസം കടന്നു വരുന്നുണ്ട്. നാളത്തെ ദിവസം എന്ന് പറയുന്നത് ഒന്നുകിൽ ദൈവസന്നിധി വളർന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ദൈവസന്നിധി തളർന്നുകൊണ്ടിരിക്കും. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ വേർഡ്, ഒന്നുകിൽ ദൈവസന്നിധി വളരും, അല്ലെങ്കിൽ ദൈവസന്നിധി തളരും. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, വളർച്ച നമുക്കില്ല എങ്കിൽ തളർച്ചയായിരിക്കും ഉണ്ടാകുന്നത്. തളർച്ച ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ തളർച്ചയെ ഞാൻ കണ്ടിട്ടും കാണാതെ വിടുകയാണെങ്കിൽ, ഈ തളർച്ചയെ ഞാൻ മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാതെ വിടുകയാണെങ്കിൽ, ഇതിനെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ, അതിൻ്റെ വലിയ ആപത്തിനെ ഞാൻ മുൻപിൽ കാണാതെ ഞാൻ അതിനെ വെറുതെ വിട്ടുകളയുകയാണെങ്കിൽ, നാളെ ഒരു ദിവസം കടന്നു വരുന്നുണ്ട്, നമ്മുടെ കൈ പോലും പിടികിട്ടത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ സീരിയസ്നെസ്. ഇന്ന് നമ്മുടെ കരങ്ങളിലുണ്ട്. ഇന്ന് നമുക്ക് മാനസാന്തരപ്പെടുവാൻ സാധിക്കും. ഇന്ന് നമുക്ക് തിരിച്ചു കടന്നു വരുവാൻ സാധിക്കും. ദൈവസന്നിധി ഇന്ന് നമുക്ക് ഒരു തീരുമാനത്തോടു കൂടെ മടങ്ങി വരുവാൻ സാധിക്കും. എന്നാൽ ഒരു ദിവസം കടന്നു വരും, ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? എൻ്റെ ഹൃദയം കഠിനപ്പെടുന്നൊരു ദിവസമായിരിക്കും. അന്ന് ഞാൻ തിരിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാതെ ദൈവത്തെ ശപിക്കുന്നവനായിട്ട് മാറ്റപ്പെടും. ഒരിക്കൽ ദൈവത്തിന് നന്ദി പറഞ്ഞവൻ, ഒരിക്കൽ ദൈവത്തിന് മഹത്വം കരയറ്റിയവൻ,
ദൈവത്തിൻ്റെ വചനം കിട്ടിട്ട് അതിന് ജീവിതത്തിൽ പരിപൂർണമായ രൂപാന്തരം വരുത്താതെ, ശ്രദ്ധിക്കുക എൻ്റെ വേർഡ്, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി ഫലവത്തായിരിക്കുന്ന സസ്യാദികളെ വിളയിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ വചനം സമയാസമയങ്ങൾ ഞാൻ കേട്ടിട്ട് എൻ്റെ ജീവിതത്തിൽ മാനസാന്തരം കടന്നു വരാതിരിക്കുന്നുവെങ്കിൽ, ഒരല്പം കഴിയുമ്പോൾ മാനസാന്തരം ഇടയെ കാണത്തില്ല. ഈ പറയപ്പെടുന്ന വേർഡിന് യാതൊരു വിലയും ഉണ്ടാകത്തില്ല. പണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം അറിയാം. പാപത്തിൻ്റെ ചതിയെക്കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾ രക്ഷിക്കപ്പെട്ട സമയത്ത്, രക്ഷിക്കപ്പെട്ടപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരു ആനന്ദമായിരുന്നു. അടുത്ത ദിവസം രാവിലെ നിർബന്ധമായിട്ടൊരു കള്ളം പറയേണ്ടി വന്നപ്പോൾ മനസ്സിന് വലിയ ഭാരമുണ്ടായി. നേരെ പോയി മുട്ടുകളെ മടക്കി ദൈവസന്നിധാനത്തിൽ വാവിട്ട് നിലവിളിച്ചു, എൻ്റെ ദൈവമേ, ഞാനൊരു അരുതാത്ത കാര്യം ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ. രണ്ടാമത്തെ ദിവസം വീണ്ടും അതേ പാപം ചെയ്തു, ദൈവത്തോട് പോയി ഏറ്റു പറഞ്ഞു. ഒരു 10 വട്ടം കഴിയുമ്പോൾ ഈ ഏറ്റുപറഞ്ഞങ്ങൾ അവസാനിക്കും. കാരണം എന്നാണെന്നറിയാമോ? ആദ്യം ഞാൻ പാപം ചെയ്തപ്പോൾ പാപത്തിൻ്റെ സീരിയസ്നെസ് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. 10 വട്ടം അതേ പാപം ഞാൻ ആവർത്തിച്ചപ്പോൾ അത് പാപമേ അല്ല. എന്താ സംഭവിച്ചത്? പാപമാകാഞ്ഞിട്ടല്ല, പാപത്തിൻ്റെ ചതി കൊണ്ട് അതുമായിട്ട് ഞാൻ ഒരു താരതമ്യത്തിലേക്ക് കടന്നു വരിക, ഞാൻ അതിനോടങ്ങ് ചേരുക. എന്നിട്ട് ഞാനൊരു വേർഡ്, ഇറ്റ്സ് നോർമൽ, ഇറ്റ് ഈസ് നോർമൽ. ആരാ ചെയ്യാത്തത്? നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലും ഒരു പാപം ചെയ്തപ്പോൾ വാവിട്ട് നിലവിളിക്കുവാൻ കാരണമായി തീർന്നുവെങ്കിൽ, അല്പം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്താ കാരണം എന്നാണെന്ന് അറിയാമോ? അവിടെയാണ് ഞാൻ അതിനോടുകൂടെ താതാത്മ്യപ്പെട്ടു പോയി. അതാണ് എക്സാക്റ്റ് വേർഡ്. ആ പാപത്തോടുകൂടെ ഞാൻ അങ്ങ് ഐക്യമത്യപ്പെട്ടു പോയി. അത് എൻ്റെ ഒരു നേച്ചറായി മാറി, അതെൻ്റെ ഒരു സ്വഭാവമായി മാറി. അതെൻ്റെ ഒരു സ്വഭാവമായി മാറിയത് കൊണ്ട് എനിക്ക് അത് പാപമാണെന്ന് ചിന്തയില്ല. ഇവിടെയാണ് ദൈവമക്കളെ ശ്രദ്ധിക്കേണ്ടത്. ഈ രീതിയിൽ മുൻപോട്ട് കടന്നു പോകുമ്പോൾ, അല്പം കഴിയുമ്പോൾ, ചില നാളുകളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഫലം കായ്ച്ചുകൊണ്ട് നിന്ന വൃക്ഷങ്ങൾ മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിക്കുവാൻ കാരണമായത്. ശ്രദ്ധിക്കുക. നല്ല ഫലം കായ്ച്ചുകൊണ്ടിരുന്ന സസ്യാദികളാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ അത് മുള്ളും ഞെരിഞ്ഞിലുമാണ് മുളപ്പിക്കുന്നത്. ഈ സമയത്ത് എന്ത് പ്രാപിച്ചു? പലപ്പോഴും പെയ്ത മഴ കുടിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുവാൻ ആഗ്രഹം, നല്ലൊരു വിശ്വാസിയായിട്ട് തന്നെയാണ് മൂമെൻറ്റ്സ്, പെരുമാറ്റങ്ങൾ പൂർണ്ണമായി വിശ്വാസിയായിട്ട് തന്നെ, വിശ്വാസിയായിട്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ മുഴുവൻ. പക്ഷെങ്കിൽ കേൾക്കുന്നത് ഒരു സ്ഥലത്തൂടെ വിട്ടേച്ച് പോകുക, സംസാരിക്കുന്നത് മറ്റൊരു സ്ഥലത്തൂടെ വിട്ടേച്ച് പോകുക, അത് ജീവിതത്തിൽ യാതൊരു പരിവർത്തനവും വരുത്തുന്നില്ല. ദൈവമക്കളെ ശ്രദ്ധിച്ചോണേ. വേദപുസ്തകം പറയുന്നു, കേട്ട വചനം നമുക്ക് ഉപകാരപ്രദമായി വന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ശാപഗ്രസ്തമാണ്. അതാരുമായിക്കൊള്ളെ, സംസാരിക്കുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളോ ആയിക്കൊള്ളട്ടെ, ഒന്നുകിൽ നിങ്ങൾക്കത് അനുഗ്രഹമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ശാപമാണ്. ഒന്നുകിൽ എനിക്കത് അനുഗ്രഹമാണ്, അല്ലെങ്കിൽ എനിക്കത് ശാപമാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കാം, അങ്ങനെയെങ്കിൽ ഇതിന് വരാതിരിക്കുന്ന നല്ലതല്ലേ ആന്നു? അതുകൊണ്ടുള്ള അനന്തരഫലം എന്ന് വളരെ കാലതാമസമില്ലാതെ വിശ്വാസം ത്യജിച്ച് വീട്ടിലിരിക്കാൻ പറ്റും. അതിൻ്റെ അവസ്ഥ എന്താ? ഇതിനേക്കാൾ പരിതാപകരം. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദൈവ പൈതൽ, ദൈവത്തിന് വേണ്ടി വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതൽ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ദൈവ പൈതൽ, ഈ ലോകത്തിൽ സകലത്തെക്കാൾ വലുതെൻ്റെ യേശുവെന്നോ, യേശുവെ തൻ്റെ ജീവനെ തന്നെ വീണ്ടെടുത്തുവെന്നോ പറയുവാൻ കഴിവുള്ളവർ, അതിന് അനുഭവമുള്ളവർ, ദൈവത്തെ ആ രീതിയിൽ സ്നേഹിക്കുന്നവർ, അവരുടെ ജീവിതത്തിൽ വേണ്ടത് ദൈവത്തോടുള്ളൊരു വളർച്ചയാണ് ആവശ്യമായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ എന്തുവരും? അവസാനം പറയുന്നു, മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിളച്ചാലോ. അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഈ നിലത്തിൻ്റെതാണ്. നിലത്തിനാണ് മാറ്റമുണ്ടാകേണ്ടത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, വീണ്ടും ഞാൻ പ്രബോധിപ്പിക്കട്ടെ. ഇന്ന് രാത്രി ആരോടെന്ന് എനിക്കറിയത്തില്ല, ഈവൻ എന്നോട് ഉൾപ്പെടെയുള്ള ഒരു ദൂതായിട്ട് തന്നെ ഇരിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായ രൂപാന്തരം വരുന്നില്ല എങ്കിൽ
വേദപുസ്തകം പറയുന്നു, നല്ല ഫലം കായ്ക്കാത്ത ഏത് വൃക്ഷവും വെട്ടി തീയിലിട്ട് കളയും. നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷത്തെയൊക്കെയും അധികം ഫലം കായ്ക്കണം ചെത്തി വെടിപ്പാക്കും. ഒന്നുകിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് മാറ്റേണ്ടത് മാറ്റാതെ, എടുക്കേണ്ടത് എടുക്കാതെ ഇരിക്കുന്നുവെങ്കിൽ നാളെ ഓർക്കണമേ, ഒരു വലിയ ന്യായവിധിക്ക് വേണ്ടി നമ്മളെ തന്നെ യോഗ്യരാക്കുക. എന്താ ഇവിടെ വിഷയം? അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുവാൻ സാധിക്കും? നിങ്ങൾ മനസ്സിലാക്കണം, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് കൃഷിക്കാർ നിഹിതരമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ വളരെ അത് ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, ഈ സ്ഥലമാണോ അനുഗ്രഹമായിത്തീരുന്നത്, ഇതാണോ ശാപമായിത്തീരുന്നത് എന്ന് പറഞ്ഞാൽ, അനുഗ്രഹവും ശാപവും മാറ്റി എന്നിലും നിങ്ങൾ കൂടെ വെളിപ്പെടാൻ സാധിക്കുന്നത് ശാപം മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. നല്ല വൃക്ഷമാണോ നല്ല ഫലം കൊടുക്കുന്നു. നീ അനുഗ്രഹിക്കപ്പെട്ടവനാണോ നിന്റെ ചുറ്റുപാടുകൾ അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും. നീ ശപിക്കപ്പെട്ടവനാണോ നിന്റെ ചുറ്റുപാടുകൾ ശാപഗ്രസ്തമായി തീരും, നീയും ശാപഗ്രസ്തമായി തീരും. ദൈവമക്കളെ ഓർക്കണമേ, ദൈവമക്കളെ മനസ്സിലാക്കണം. ഞാനും നിങ്ങളും നിൽക്കേണ്ടത്, ഞാനും നിങ്ങളും ആയിരിക്കേണ്ടത് അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. അനുഗ്രഹം അനുഭവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതുകൊണ്ട് അനുഗ്രഹം അനുഗ്രഹിക്കുന്നവരായിരിക്കുന്നോ ദൈവത്തിൻ്റെ ദാസൻ പറയുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? 4 പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. വായിച്ചിട്ട് അതിനുവേണ്ടി 1 തെസ്സലോനിക്ക ലേഖനം, 1 തിമോത്തി ചാപ്റ്റർ 4 12-ാമത്തെ വാക്യം. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. 4th chapter verse 1. പ്രൈസ് ഗാഡ്. ഇവിടെ വിശ്വാസം ത്യജിക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അവസാനം വായിച്ചാട്ട്. verse 12. First thing, be an example to other believers. Be an example. ഞാനും നിങ്ങളും മറ്റുള്ളവർ മാതൃകയുള്ളവരാകണം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെയാണ് നമ്മുടെ മാതൃകയ്ക്ക് വേണ്ടി കാട്ടുന്നത്. ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരെ എന്തുമായിക്കൊള്ളട്ടെ, എനിക്കൊരു മാതൃകാപരമായ ജീവിതം നയിക്കുവാൻ സാധിക്കണമെന്നുള്ള ചിന്തയായിരിക്കണം. മറ്റുള്ളവരുടെ ഭാഗം ഒരു മാതൃകാപരമായ ജീവിതം. ഈ ഒരു മാറ്റത്തിന് എനിക്ക് മനസ്സിലായെങ്കിൽ, ഈ ഒരു സംഭവം നടക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയാം? ജീവിതത്തെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഒരു മാറ്റം, ഒരു എക്സാമ്പിളായി മാറണം. 2 വായിച്ചിട്ട് അതിൻ്റെ അടുത്ത വാക്യം. രണ്ടാമത്തെ കാര്യം, കണ്ടിന്യൂ ഇൻ ദ വർക്ക് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ വേലയിൽ നമ്മൾ വ്യാപൃതരായിരിക്കുക. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? നീ വായിക്കണം, മനസ്സിലാക്കണം കാര്യങ്ങൾ, നീ പഠിക്കണം. അതുകൊണ്ട് നീ പഠിച്ചാൽ മാത്രം മതിയോ? എന്ത് വേണം അടുത്തത്? അടുത്തത് അതേ വാക്യം തന്നെ. നീ വായന, പ്രബോധനം. നീ വായിക്കുന്ന എന്ത് ചെയ്യണം? എക്സോട്ട് ചെയ്യണം, അതിൻ്റെ നാവിൽ കൂടെ വെളിപ്പെടുത്തണം. അതുകൊണ്ട് എന്ത് ഗുണമുണ്ട്? അത് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കും. നിങ്ങൾക്കറിയാം, ജീവിതത്തിൽ ശുദ്ധീകരിക്കപ്പെടുവാനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരുടെ സുവിശേഷം പറയുക. എന്താ കാരണം എന്നാണെന്നറിയാമോ? ഞാൻ തോമസ് ബ്രദറിനോട് വിളിച്ച് പറയുക, യേശു സൗഖ്യമാക്കുന്നു. സഹോദര, യേശു നിന്നെ സൗഖ്യമാക്കുവാൻ മതിയായവനാണ്. നാളെ എനിക്കൊരു അസുഖം വന്നാൽ അത് നേരെ ഇങ്ങോട്ടൊരു വിരൽ ചൂണ്ടും. നീ എന്തുവാ അന്ന് പറഞ്ഞത്? ഇന്ന് നീ എന്തെടുക്കുന്നു? ഈ ചോദ്യം വരണമെന്നുണ്ടെങ്കിൽ എന്താ വേണമെന്നറിയാം? ഒരു പണിയും ചെയ്യാതിരിക്കുന്നവർക്ക് ഇതിലൊന്നിൻ്റെ ഒരാവശ്യമില്ല. ജീവിതത്തിൽ കുറ്റബോധം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലത് ദൈവത്തിൻ്റെ വേലയിൽ നമ്മൾ വ്യാപൃതരായിരിക്കണം. എന്ത് വേണം? വായന, പ്രബോധനം. പിന്നീട് പറയുന്നു ഉപദേശം. നെക്സ്റ്റ്, പ്രൈസ് ഗാഡ്. നിനക്ക് ലഭിച്ച കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത്. നീ അതിൽ തന്നെ ഇരിക്കുക. ബി ഇൻ ദ മിനിസ്ട്രി അക്കോർഡിംഗ് ടു ദ ഗ്രേസ് റിസീവ്ഡ് ഫ്രം ദ ലോർഡ്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച കൃപയ്ക്ക് അനുസരണമായിട്ട് ശുശ്രൂഷയിലായിരിക്കുക.
ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ, എൻ്റെ മേൽ പകരപ്പെട്ട ദൈവത്തിൻ്റെ കൃപ, അതിനനുസരണമായിട്ട് നാം ശുശ്രൂഷയിലായിരിക്കുക. അവസാനമായിട്ട് വേഴ്സ് 16, നീ എന്ത് ചെയ്യണം? നിന്നെ സൂക്ഷിക്കണം, ഉപദേശത്തെ സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ ഉപദേശം നിൻ്റെ ജീവിതമായിരിക്കണം. ഉപദേശം നമ്മുടെ ജീവിതമായിരിക്കണം. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, മറ്റുള്ളവരുടെ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിനോ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, പൗലോസ് തിമോത്തിയോസിന് പറയുക, കുഞ്ഞേ, അവസാന കാലത്ത് വിശ്വാസത്യാഗം നടക്കും. അവർ യേശു ക്രിസ്തുവിനെ ത്യജിക്കുന്നവരായിരിക്കും, ദൈവപുത്രനെ ക്രൂശിക്കുന്നവരായിരിക്കും. എന്തുകൊണ്ട്? ഇവരുടെ ജീവിതം സംഭവിച്ചത് ഭൂതങ്ങളുടെയും വ്യാജാത്മാക്കളുടെയും ഉപദേശത്താൽ. നിങ്ങൾ മനസ്സിലാക്കണം എന്താ ഇതിൻ്റെ കാരണം. ഇവർക്ക് ആവശ്യമായിരിക്കുന്നത് ഭൗതികമായിരിക്കുന്ന വിഷയങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ക്രിസ്തീയ സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കർണരസമാകുമാറ്. തങ്ങളുടെ മനോബോധങ്ങൾക്കനുസരണം അവർ പ്രബോധിപ്പിക്കുന്നവരെ വളർത്തിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടകരമായിരിക്കുന്ന രീതിയിൽ, എന്നെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സുവിശേഷം പറഞ്ഞാൽ എനിക്കിഷ്ടമാണെന്ന്. ഇന്ന് വേണ്ടത്, ലോകത്തിന് വേണ്ടത് അവരെ മതി. ഇന്ന് ക്രിസ്ത്യാനികൾക്ക് വേണ്ടത് അവരെ മതി. അനുഗ്രഹത്തിൻ്റെ 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് അനുഗ്രഹം പ്രൊക്ലെയിം ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ ദാറ്റ്സ് എനഫ്. പ്രിയ സഹോദര, അത് ജീവിതത്തിൻ്റെ ഒരു വശം മാത്രമേ ആയുള്ളൂ. ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ മുഖാന്തരമാണ് നിനക്ക് അനുഗ്രഹിക്കപ്പെടുവാൻ സാധിക്കും. പക്ഷെങ്കിൽ അനുഗ്രഹം താൽക്കാലികമാണ്. നീ ഒരു അനുഗ്രഹിക്കപ്പെട്ടവനാകണമെങ്കിൽ ഒന്നാമത് നീ ഒരു അനുഗ്രഹമായിരിക്കണം. ഒരനുഗ്രഹമാകാതെ മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായി തീരുവാൻ സാധ്യമല്ല. എപ്പോഴും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം എന്നാണെന്നറിയാമോ? ജീവിതത്തിൽ അന്ത്യം വരെയും ഒരു കുഞ്ഞ് പാൽ കുഞ്ഞിന് വേണ്ടി കരയുന്നത് പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവമല്ലാതെ ഇതിനടുത്തൊരനുഭവത്തിലേക്ക് ഉയരുവാൻ മനസ്സിലാക്കുന്നത് ഞാൻ ചിന്തിക്കുക. അടുത്തൊരനുഭവത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ അനുഭവത്തിലേക്ക് ഉയരുവാൻ സാധിക്കും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ഇന്ന് പാല് കുടിക്കുന്ന അവസ്ഥയൊന്നും മാറ്റി ഞാനൊരു അനുഗ്രഹമായി തീരണം. ഞാൻ പോകുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടണം, ഞാൻ നിൽക്കുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ ചുറ്റുപാടുകൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ ഓഫീസ് അനുഗ്രഹിക്കപ്പെടണം. പ്രിയ സഹോദര, നിൻ്റെ നാവിൽ കൂടെ ആ വേർഡ് കടന്നു വരുന്നുവെങ്കിൽ നീ ഒരനുഗ്രഹം തന്നെയായിരിക്കും. നീ ഒരനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടെന്നറിയാമോ? നീ ആയിരിക്കുന്നിടത്തിൽ നീ ഉയർത്തപ്പെടുവാനിടയായി തരും. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം നിന്നെ ഉയർത്തുന്നത് കൊണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, മറന്നു കളയരുത്. ദൈവം നമ്മെ മാനിച്ച് ഉയർത്തുന്ന ഒരു ദൈവമാണോ? ദൈവം നമ്മെ ആദരിച്ച് ഉയർത്തുന്ന ദൈവമാണോ? എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അക്ഷരികമായിട്ട് സംഭവിക്കുക തന്നെ ചെയ്യും. എന്താ വേണ്ടോ എന്നാണെന്നറിയാമോ? എനിക്കും നിങ്ങൾക്കും ഒരു ഒരുക്കമുണ്ടാകണം. എന്താ ഒരുക്കം? എൻ്റെ കർത്താവേ, ഇന്ന് പെയ്ത മഴ എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കടന്നു വരട്ടെ. നാളെ ചെയ്യുന്ന മഴ എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കടന്നു വരട്ടെ. കഴിഞ്ഞ നാളുകൾ എൻ്റെ മേൽ പെയ്ത മഴ ചില മാറ്റങ്ങൾ കടന്നു വരട്ടെ. ഹംദലല ബക്കാല ബല എത്തുമ്പോക്ക് ഇന്ന് രാത്രി ആ തീരുമാനമെടുക്കുവാൻ സാധിക്കും. എൻ്റെ കർത്താവേ, കഴിഞ്ഞ നാളുകൾ പെയ്ത മഴ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എങ്കിൽ ഇന്നിത് ആ മാറ്റത്തിന് വേണ്ടി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇന്ന് പെയ്ത മഴ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തട്ടെ കർത്താവേ. ഇന്ന് പെയ്ത മഴ എൻ്റെ ജീവിതത്തിൽ അതിന് വിരുദ്ധമായിട്ട് നാളെ ശത്രു എഴുന്നേൽക്കുമ്പോഴും ഞാൻ ഒന്ന് തീരുമാനിക്കും, മറ്റുള്ളവരുടെ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിനോ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കത്തെ ചെയ്യുന്ന ഹല്ലേലൂയ.